അതൊന്നും പാടില്ല, അത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിക്ക് 1000 നാവായിരുന്നു. എന്താണ് ഉസ്താദ് ഈ പറയുന്നത്? ഇത് കാലഘട്ടം വേറെയാണ്. ഇപ്പോൾ കാലം പുരോഗമിച്ചു. ഒരു കുട്ടി, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു എന്നതുകൊണ്ട് ലോകം ഇടിഞ്ഞു മറിയൊന്നുമില്ല, ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. എല്ലാം നിങ്ങൾ വേണ്ടാത്ത അർത്ഥം വെച്ചുകൊണ്ട് കാണരുത് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവരിപ്പോൾ തിരിച്ചു വിളിക്കുകയാണ്, ഉസ്താദെ തെറ്റുപറ്റിപ്പോയി, എൻ്റെ മകൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഗർഭിണിയാണ്, ആരാണെന്ന് പോലും അറിയുന്നില്ല. അവൾ ചില സമയത്ത് പറയുന്നത് എന്നെ ഡ്രൈവറാണ്, എന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടാറുള്ള ഡ്രൈവറാണെന്ന് പറയുന്നു. അതല്ല, ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുക്കാറുള്ള മറ്റൊരു പയ്യനാണെന്ന് പറയുന്നു. ഇങ്ങനെ ആരാണെന്ന് പോലും അറിയാത്ത വിധേനെ ഞാൻ ആകെ പെട്ടിരിക്കുകയാണെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പാശ്ചാത്യ സംസ്കാരങ്ങൾ പല വിധേനയും നമ്മിലേക്ക് കടന്നു കയറുന്നുണ്ട്. സസോ എന്ന് പേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ പുതിയ കടന്നുകയറ്റം. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആലിംഗനം ചെയ്യാം. കോളേജ് വിദ്യാർത്ഥികൾ, അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ പരസ്പരം ചുംബിക്കാം, ആലിംഗനം ചെയ്യാം. ഇതൊന്നും തെറ്റല്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതൊന്നും തെറ്റല്ല, അതൊക്കെ പുതിയ സംസ്കാരം, നല്ല സംസ്കാരം. അതൊന്നും ചെയ്യാത്ത ആളുകൾ അവർ പഴഞ്ചന്മാർ, അവരൊക്കെ പഴയ ആളുകൾ. എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ് നല്ല ആളുകളും സംസ്കാരത്തിൻ്റെ വാക്താക്കളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നൊരു കാലം. സഹോദരന്മാരെ, ഏറ്റവും നല്ല സംസ്കാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് തന്നെയാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണുന്നതും തൊടുന്നതെല്ലാം നിഷിദ്ധമാണ്, കടുത്ത ഹറാമാണ്. ഇത് തന്നെയാണ് ഏറ്റവും നല്ല സംസ്കാരം. ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരവും. പിന്നീട് അതിങ്ങനെ മാറി വന്നുകൊണ്ട് അതിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം, വളരെ ഗൗരവമുള്ള അനന്തരഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ പലരും ഉണ്ടാകും നമ്മെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലിപ്പോൾ എന്താ, അതൊക്കെ പഴഞ്ചന്മാർ, പഴയ മൂല്യന്മാർ പറയുന്നത്, അവരൊന്നും കാര്യമാക്കേണ്ടതില്ല, അവരൊക്കെ പഴഞ്ചന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ തള്ളിക്കളയുന്ന ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ കേരളീയ സംസ്കാരത്തിന് തന്നെ എതിരാണത്. കേരളത്തിന് അതിൻ്റെതായൊരു സംസ്കാരമുണ്ട്, അതിന് വിപരീതമായിക്കൊണ്ട് ഇപ്പോൾ ഒക്കെ ബസ്സിലാണോ പരിസര ബോധ്യം പോലും ഇല്ലാതെ കോളേജിലെയും സ്കൂളിലെയൊക്കെ വിദ്യാർത്ഥികൾ ആൺപെണ്ണ് കലർന്നുകൊണ്ടുള്ള നടത്തവും ഇരുത്തവും തൊടലും പിടിക്കുക ഒന്നും അവർക്ക് ആർക്കും ഒരു വിഷയമല്ലാത്ത കോലത്തിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. അതേപോലെ തന്നെ മക്കളോടും പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. അതല്ലാതെ ഏതെങ്കിലും സംസ്കാരം നമ്മുടെ കോളേജിലോ സ്കൂളിലേക്കോ വരുമ്പോൾ അതൊക്കെ നമ്മൾ ഏറ്റെടുക്കണം, അതല്ലെങ്കിൽ നമ്മളെ അവർ പഴഞ്ചന്മാരെന്ന് വിളിക്കും എന്നതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല. നമുക്ക് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന സംസ്കാരമുണ്ട്, അത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ സംസ്കാരം. അതിനപ്പുറം മറ്റൊരു ഉത്തമമായ സംസ്കാരമില്ല. നമുക്കറിയാം, ഈ ഒരു കുട്ടിയുടെ അവസ്ഥ തന്നെ എന്താണ്, ആരാണ് ഉത്തരവാദി പോലും അറിയാതെ ഗർഭിണിയായിരിക്കുകയാണ്. ഇതൊക്കെ ഘട്ടം അങ്ങനെ അവസാനം വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിച്ചേരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ തൊടലും പിടിക്കലും സംസാരിക്കലും എല്ലാം ഉപേക്ഷിക്കുക തന്നെയാണ് ഓരോ മുസ്ലിമും ചെയ്യേണ്ടത്. അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും.